ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ മതസ്ഥരും സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജീവിക്കുന്നത് കൊണ്ട് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ അതുല്യമായ മാതൃകയാണ് ബംഗ്ലാദേശ് എന്ന് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പറയുക. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായ ഡോക്ടർ ഷെഫീഖുർ റഹ്മാനാണ് വ്യാഴാഴ്ചയെന്ന് ഈ കാര്യം ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കണ്ട ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ, പീഡനം അനുഭവിക്കുന്നതൊക്കെ ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നും പറഞ്ഞ് കെട്ടിക്കിടക്കുന്ന ജനസമുദ്രം. ബംഗ്ലാദേശ് പോലെ വർഗീയതയില്ലാത്ത രാജ്യങ്ങൾ ലോകത്ത് കുറവാണെന്ന് ഡോക്ടർ ഷെഫീഖുർ റഹ്മാൻ ട്രോളിയതായിരിക്കും. എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നു എന്നൊന്നും ചോദിച്ചു കളയരുത്. 15 വർഷത്തിലേറെയായി രാജ്യം ഭരിച്ച ഷെയ്ഖ് ഹസീനയെ കുറ്റപ്പെടുത്തിയ ഡോക്ടർ ഷെഫീഖുർ റഹ്മാൻ, ഷെയ്ഖ് ഹസീന രാജ്യത്തെ ശരിയായി അലങ്കരിക്കുന്നതിന് പകരം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വയം അലങ്കരിച്ചു എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നാലും പെണ്ണൊരുത്തിയാണെങ്കിലും സ്ത്രീയെ അധികാരമേൽപ്പിച്ച ഒരു ജനതയും ഗുണം പിടിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞെങ്കിലും ഷെയ്ഖ് ഹസീന ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അതിക്രമം ന്യൂനപക്ഷം അനുഭവിച്ചിട്ടില്ല. ആ സ്ത്രീക്ക് കിങ്കരന്മാരെ ഒക്കെ ഒന്ന് നോട്ടത്തിൽ നിർത്താൻ സാധിച്ചു, ചൂണ്ടുവിരലിൽ നിർത്താൻ സാധിച്ചു. ബംഗ്ലാദേശിൽ നടന്ന റാലിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ജമാഅത്ത് അമീർ ഡോക്ടർ ഷെഫീഖുർ റഹ്മാൻ പുതിയ നിരീക്ഷണവുമായി രംഗത്തെത്തിയത്. പക്ഷേ നിരീക്ഷണം പരിഹാസ്യമായി പോയി എന്ന് മാത്രം. ലോകരാജ്യങ്ങൾ വരെ യൂനിസിനെ താക്കീത് ചെയ്തത് നമ്മൾ കണ്ടതാണ്. പുറത്താക്കപ്പെട്ട സർക്കാരിന്റെ പാർട്ടിയായ അവാമി ലീഗിന് രാജ്യത്ത് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അവകാശമില്ല എന്നുള്ള വിവാദ പ്രസ്താവനയും അമീർ അങ്ങ് നടത്തി. മുൻ ഗവൺമെന്റിന്റെ തൽപര കക്ഷികൾ രാജ്യം വിട്ട് പലായനം ചെയ്തിരുന്നു. പക്ഷെ അവരിപ്പോഴും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ നടത്തുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങൾ സമ്പാദിച്ച വലിയ ഒരു തുക മുൻ സർക്കാരിന്റെ കൂട്ടുകാർ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്തായിരുന്നാലും ഈ പെണ്ണൊരുത്തി ബംഗ്ലാദേശ് ഭരിച്ച സമയത്ത് ഇത്രയും അരാജകത്വം നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്തു വലിയ കോമഡിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞത് എന്ന് ആലോചിച്ച് നോക്കിയേ. ബലാത്സംഗവും കൊലപാതകവും പൊതുനിരത്തുകളിൽ ഇറങ്ങി കടകളും വാഹനങ്ങളും ഒക്കെ അടിച്ചു തകർക്കുന്നതിലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ സമാധാനം കൊണ്ടുവരാനായിരിക്കും. കാരണം വാളുകൊണ്ട് പടുത്തുയർത്തിയ മതത്തിന്റെ പേര് സമാധാനമെന്നാക്കാനും ഈ 1400 കൊല്ലങ്ങളിലധികമായി ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പിടിച്ചു നിർത്താനും പ്രവാചകന് സാധിച്ചില്ലേ? പക്ഷേ ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ? പ്രത്യേകിച്ച് ഭരണഘടനയിൽ നിന്നും മതേതരത്വം പോലും എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പം എന്താണ് ചെയ്തതെന്ന് ക്രിസ്മസിന്റെ തലേ ദിവസം ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഹിൽ ട്രാക്സിലെ നൊട്ടൂൺ തോങ്ജിരി ത്രിപുര പാരയില് ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിന്റെ 17 വീടുകളാണ് തീവച്ച് നശിപ്പിച്ച് സമാധാനം തിരികെ കൊണ്ടുവരാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചത്. നമുക്ക് അങ്ങനെയങ്ങ് പറഞ്ഞു വയ്ക്കാം. 17 വീടുകളും ഈ 17 വീടുകൾ നിറയെ ആളുകളും പ്രവാചകൻ പഠിപ്പിച്ച സമാധാനം പിന്നെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അജ്ഞാതരാണ് വീടുകൾ കത്തിച്ചതായി ഗ്രാമവാസികൾ പോലീസിനോട് വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഒരേ സമുദായത്തിലെ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ദീർഘകാലമായി തുടരുന്ന സംഘർഷത്തെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത് എന്ന് സർക്കാർ വിശദീകരിക്കുന്നു. സർക്കാരിന് അങ്ങനെ പറയാനല്ലേ പറ്റൂ. കാരണം ഈ ഡമ്മി സർക്കാരിനെ, ഈ അതിക്രമകാരികളെ, ഈ കലാപകാരികളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ ബംഗ്ലാദേശിൽ അഴിഞ്ഞാടുന്നത്. പുലർച്ചെ 12:30 സമീപ ഗ്രാമങ്ങളിലെ ഒരു പള്ളിയിൽ രാത്രി കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം അരങ്ങേറുന്നത്. 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് ബന്ദർബൻ ജില്ലാ അധികൃതർ പറഞ്ഞു. 17 വീടുകൾ പൂർണ്ണമായും, 2 വീടുകൾ ഭാഗികമായും കത്തിനശിച്ചു. സംഭവത്തെ അപലപിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ രംഗത്ത് വന്നു.
ആക്രമണത്തെ പിന്നിലെ ഉദ്ദേശം എത്രയും വേഗം കണ്ടെത്തണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയതായും സർക്കാർ പറഞ്ഞു. ആ ജനങ്ങൾ തെരഞ്ഞെടുത്ത യൂണിറ്റ് സർക്കാർ ഡമ്മി സർക്കാരാണ്. മൈക്രോ ഫിനാൻസിൽ സമാധാനത്തിന്റെ നോബൽ പുരസ്കാരം നേടിയെന്ന് കരുതി രാജ്യം ഭരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആകത്തില്ല അത് എന്ന് യൂനിസ് തെളിയിച്ചു. ക്രിസ്ത്യൻ ത്രിപുര സമൂഹം താമസിക്കുന്ന ഗ്രാമങ്ങളിലെ താമസക്കാർക്ക് അവരുടെ വീടുകൾ പുനർനിർമ്മിക്കാൻ സഹായം നൽകിയതായി സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഭക്ഷണവും ദുരിതാശ്വാസ സാമഗ്രികളും നൽകി പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തെ കോപ്പിയടിക്കുന്നതാണ്. ഈ രൂപത്തിൽ എന്തെങ്കിലും കേരളത്തിൽ നടന്നാൽ ഒരു സർക്കാർ ജോലി. നമ്മൾ എത്ര കണ്ടതാണ് ഇതൊക്കെ, ഒരു 5-10 ലക്ഷം രൂപയും. അതേസമയം സ്വന്തം നാട്ടിൽ മതപരമായ പീഡനം നേരിടുന്ന ബംഗ്ലാദേശി ഹിന്ദുക്കളെ കണ്ട് സംസാരിച്ചിരിക്കുകയാണ് ശങ്കരാചാര്യ സ്വാമി ആവിമുക്തേശ്വരാനന്ദ സരസ്വതി. ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കളുടെ 12 അംഗ സംഘമാണ് ശങ്കരാചാര്യരെ കാണുകയും തങ്ങളുടെ മതത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ അദ്ദേഹം ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അവരുടെ ആശങ്കകൾ സർക്കാരുമായി ഉന്നയിക്കുമെന്ന് ശങ്കരാചാര്യർ ഉറപ്പു നൽകുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുറത്താക്കിയതിനു ശേഷം ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് നേരെയുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കാണ് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിച്ചത്. ഈ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതണമെന്ന് സ്വാമി സന്ദർശന സമയത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള സംഘത്തിന് ഉറപ്പു നൽകുകയും ചെയ്തു. തങ്ങളുടെ മതവിശ്വാസത്തിന്റെ പേരിലാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നത്. ഈ കുടുംബങ്ങൾ അവരുടെ പരാതികൾ എന്നോട് പങ്കുവച്ചിരിക്കുകയാണ്. അവരുടെ ആശങ്കകൾ ഞാൻ ഇന്ത്യൻ സർക്കാരിനെ അറിയിക്കുമെന്നാണ് ശങ്കരാചാര്യ പറഞ്ഞത്. സ്വന്തം ജനതയെപ്പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത ബംഗ്ലാദേശ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയെ സംരക്ഷിച്ചു എന്ന പേരിൽ ഇന്ത്യയെ എന്തോ മൊട്ടയടിക്കുമെന്ന് പറഞ്ഞ യൂനിസ് സർക്കാർ എന്തൊക്കെയോ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ബംഗ്ലാദേശിന്റെ ഒരു ഭാഗത്ത് മുഴുവനും അരാക്കൻ സൈന്യം നല്ല രൂപത്തിൽ പണി കൊടുത്തുകൊണ്ടിരിക്കുക. ഇവര് സ്വന്തം ജനതയെ തന്നെ കൊന്നൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി കൊന്നൊടുക്കുമ്പോൾ, നിഷ്ക്രിയരായി സൈലന്റ് ആയിരിക്കുമ്പോൾ ഇവരുടെ മറ്റൊരു ഭാഗത്ത് അടുത്ത ആള് പണി കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് പൊട്ടനെ കിട്ടൻ ചതിച്ചാൽ കിട്ടനെ ചതിക്കാൻ വേറൊരാൾ വരുമല്ലോ. നമ്മൾ ഒരാളെ തലങ്ങും വിലങ്ങും ആക്രമിച്ചാൽ നമ്മളെ ആക്രമിക്കാൻ അതുക്കും മേലെ നിന്നൊരാൾ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ബംഗ്ലാദേശ് പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിലെ സംഘർഷം രൂക്ഷമാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മ്യാൻമറിലെ വിമത ഗ്രൂപ്പായ അരാക്കൻ ആർമി അതിർത്തി കടന്ന് ബംഗ്ലാദേശിൽ പ്രവേശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. മ്യാൻമാർ പട്ടാളമായ ടാറ്റുമോഡോയിൽ നിന്ന് ബംഗ്ലാദേശ് അതിർത്തിയിലെ അവസാന പട്ടണമായ മങ്ഡോയും പിടിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പോൾ അരാക്കൻ ആർമി. എന്നിട്ട് ബംഗ്ലാദേശിലേക്ക് കടന്നു കഴിഞ്ഞു. ടെക്നാഥ് മേഖലയുടെ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്ത വിമതസേന സെന്റ് മാർട്ടിൻസ് ദ്വീപിന് തൊട്ടടുത്താണ് എത്തിയത് എന്ന് റിപ്പോർട്ട്. ബംഗ്ലാദേശിലെ പ്രതിസന്ധിയുടെ മൂലകാരണങ്ങളിൽ ഒന്നാണ് കുപ്രശസ്തമായ സെന്റ് മാർട്ടിൻ ദ്വീപ്. ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമാറിന്റെ 271 കിലോമീറ്റർ പ്രദേശം അരാക്കൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. അതിർത്തിയിൽ അരാക്കൻ സൈന്യവും ബംഗ്ലാദേശ് സേനയും തമ്മിൽ ഒന്നിലധികം തവണ വെടിവയ്പ്പുകൾ നടന്നു. എന്നാൽ ബംഗ്ലാദേശ് സർക്കാർ ഇത് സംബന്ധിച്ച് യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. മ്യാൻമാറിലെ റാഖൈൻ പ്രവിശ്യയുടെ വലിയ ഒരു വിഭാഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം അരാക്കൻ സൈന്യം ബംഗ്ലാദേശിന്റെ അതിർത്തി പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള സൈനിക നീക്കമാണ് നടത്തുന്നത്. വിവാദമായ സെന്റ് മാർട്ടിൻ ദ്വീപിൽ അരാക്കൻ സൈന്യത്തിന് കണ്ണുണ്ട്. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിടാൻ നിർബന്ധിതയായതു മുതൽ അഭൂതപൂർവമായ പ്രതിസന്ധിക്കാണ് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കുന്നത്. ബംഗ്ലാദേശ് സ്വന്തം ജനതയെ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരായി മാറിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ഏറെയായി ഇന്ത്യ അതൃപ്തി പ്രകടിപ്പിക്കുകയും അവരെ ഒന്നും ചെയ്യരുതെന്നും സൂക്ഷിക്കണമെന്നും മാലദ്വീപിന്റെ അപ്പുറത്തെ അവസ്ഥയിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടെത്തിക്കുമെന്നും ഇന്ത്യ പലതവണ വാണിംഗ് നൽകിയിട്ടും കേൾക്കാതെ അവർ ഹിന്ദുക്കൾക്കെതിരെയുള്ള തേരോട്ടം തുടരുകയാണിപ്പോഴും. സാരമില്ല, ഇന്ത്യ ഉടനെ തന്നെ നല്ല രൂപത്തിൽ ഒരു പണി കൊടുക്കും. കാരണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ 100% ബാധ്യതപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ അത് ചെയ്യുക തന്നെ ചെയ്യും. ഇതുവരെ
ബംഗ്ലാദേശ് അവരുടേതായിട്ടുള്ള ആഭ്യന്തര കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് മറ്റൊരു രാജ്യം ഇടപെടുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ആ ഔചിത്യബോധം കൊണ്ടാണ് ഇടപെടാത്തത് എന്ന് പലതവണ ഇന്ത്യ അവരെ ഓർമ്മിപ്പിച്ചതാണ്. പക്ഷേ ഇനിയും യുഎസ് സർക്കാരിനെന്നല്ല അമേരിക്കയ്ക്ക് പോലും ഇന്ത്യയെ ബംഗ്ലാദേശിനെതിരെ തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത വിധം ഇന്ത്യയെ പ്രകോപിതരാക്കുക തന്നെയാണ് ബംഗ്ലാദേശിന്റെ ലക്ഷ്യം. അത് ഏതാണ്ട് അവർക്ക് തന്നെ നാശമാണ്. പട്ടിണിയും പരിവട്ടവുമായി കിടക്കുന്ന ബംഗ്ലാദേശ് 50 ലക്ഷം ടൺ അരിയാണ് ഇപ്പോൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പോഴെങ്കിലും അവരുമായി നല്ല ബന്ധത്തിലായിരിക്കണമല്ലോ, എന്നാലല്ലേ അവരോട് നമുക്കൊരു സഹായം ചോദിക്കാനെങ്കിലും സാധിക്കൂ. അതിനും ഉളുപ്പില്ലാത്ത വിഭാഗമായി ബംഗ്ലാദേശ് അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ പ്രതികാരദാഹവുമായി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. നന്ദി.